ഇന്ന് 2015 ഫെബ്രുവരി 26 വ്യാഴാഴ്ച 1190 കുംഭമാസം 14-ാം തീയതി. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന മലയാള സിനിമയിലെ ഒരു കാരണവർ എന്നൊക്കെ നമുക്ക് പറയാം, വിൻസെന്റ് സാറിൻ്റെ മരണവാർത്തയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാർത്തയിലേക്കൊന്ന് കടക്കാം. മിഴിയടച്ചു കാലം കണ്ട ക്യാമറ. സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റിന് അന്ത്യാഞ്ജലി എന്ന് പറയുന്ന വാർത്തയാണ്. അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ കാവ്യാനുഭവമാക്കി മലയാള സിനിമയ്ക്ക് പുതിയ ദൃശ്യഭാഷ പകർന്ന സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റ് അന്തരിച്ചു. 86 വയസ്സാണ് അദ്ദേഹത്തിന്. ഇന്നലെ രാവിലെ 10:55 ചെന്നൈയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. സംസ്കാരം ഇന്ന് 3-ന് സൂസൈപുരം സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 4-ന് സാന്തോമിലെ ക്യൂബുലാൻഡ് സെമിത്തേരിയിലാണ്. രാവിലെ 10 മുതൽ 2:30 വരെ ചെത്പേട്ട് ഹാരിങ്ടൺ റോഡിലുള്ള അൽസ ഗാർഡൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർഗരറ്റ് ആണ്. പ്രമുഖ ഛായാഗ്രാഹകനായ ജയാൻ വിൻസെന്റ്, അജയൻ വിൻസെന്റ് എന്നിവരും സ്നേഹലത, സുമിത്ര എന്നിവരും മക്കളാണ്. മരുമക്കൾ കലാസംവിധായകൻ സാബു സിറിൽ, കാൾട്ടൺ ഡിസൂസ, ഷീബ, കൃഷ്ണപ്രിയ എന്നിവരാണ്. അദ്ദേഹത്തിന് ശരിക്കും 1986 സംവിധാനം ചെയ്ത് കൊച്ചു തെമ്മാടിയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നദി, മുറപ്പെണ്ണ്, നീഴലാട്ടം, നഖങ്ങൾ, നഗരമേ നന്ദി, ത്രിവേണി, ആഭിജാത്യം, അങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ഡൽഹിയിൽ നമ്മുടെ ആം ആദ്മി പാർട്ടി അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഡൽഹിയിൽ വാഗ്ദാനങ്ങൾ പാലിച്ച് ആം ആദ്മി പാർട്ടി സർക്കാർ. വൈദ്യുതി 50% നിരക്കിളവ്, വെള്ളം 20,000 ലിറ്റർ സൗജന്യം എന്നാണ് പറയുന്നത്. വൈദ്യുതി നിരക്കിളവ് 90% ഗാർഹിക ഉപഭോക്താക്കൾക്കും ഗുണകരം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. വൈദ്യുതി നിരക്ക് പകുതിയാക്കിയും എല്ലാ വീടുകളിലും പ്രതിമാസം 20,000 ലിറ്റർ ജലം സൗജന്യമാക്കിയും വാക്കുപാലിച്ച് ആം ആദ്മി പാർട്ടി സർക്കാർ. മാർച്ച് 1-ന് പ്രാബല്യത്തിൽ വരും. അധികാരമേറ്റ് 2 ആഴ്ച പിന്നീട് മുൻപ് തന്നെ പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കി വിശ്വാസം ആർജിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സംഘവും. മാസം 400 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്കാണ് 50% കുറച്ചത്. ഇതിൽ കൂടുതൽ വൈദ്യുതിയും മാസം 20,000 ലിറ്ററിൽ കൂടുതൽ വെള്ളവും ഉപയോഗിക്കുന്നവർ മുഴുവൻ പണവും നൽകണമെന്നാണ് പറയുന്നത്. 90% ഗാർഹിക ഉപഭോക്താക്കളുടെയും വൈദ്യുതി നിരക്ക് പകുതിയാക്കുന്ന തീരുമാനം 36.06 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും നല്ലൊരു വാർത്തയാണ് അല്ലെ? ഡൽഹിയിൽ എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒത്തിരി നല്ല വാർത്തകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, മധ്യപ്രദേശ് ഗവർണർ പുറത്തേക്ക് എന്ന് പറയുന്നതാണ്. നിയമന കുംഭകോണത്തെ തുടർന്നാണിത്. റാം നരേഷ് യാദവ് വഞ്ചന കേസിൽപ്പെടുന്ന ആദ്യ ഗവർണർ. പദവി ഒഴിയാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. നിയമന കുംഭകോണ കേസിൽ കുറ്റാരോപിതനായ മധ്യപ്രദേശ് ഗവർണർ റാം നരേഷ് യാദവ് പുറത്തേക്ക്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് പദവി ഒഴിയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണറോട് ആവശ്യപ്പെട്ടു. അഴിമതി, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് റാം നരേഷ് യാദവിനെതിരെ കേസെടുത്തത്. വഞ്ചന കേസിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രാജ്യത്തെ ആദ്യ ഗവർണറാണ് റാം നരേഷ് യാദവ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, റെയിൽ ബഡ്ജറ്റ് ഇന്ന്. നമുക്ക് നോക്കാം. സാമ്പത്തിക ഞെരുക്കം, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കുറയും എന്നാണ് പറയുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിലായ റെയിൽവേയുടെ വൻ വികസന പദ്ധതികൾ വഴി പിഴയ്ക്കാതെ നോക്കുക, അതിനുവേണ്ട വിഭവങ്ങൾ കണ്ടെത്തുക, റെയിൽവേ യാത്രാ നിരക്കുകൾ കൂട്ടാതെയും ഇരിക്കുക. ഇന്ന് 12-ന് റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മന്ത്രി സുരേഷ് പ്രഭു നേരിടുന്ന വെല്ലുവിളികൾ ഇവയാണ്. ഡീസൽ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ യാത്രാ നിരക്കുകൾ കുറയ്ക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വികസന പദ്ധതികൾക്ക് പണമില്ലാതിരിക്കുമ്പോൾ വഴിവിട്ട ജനപ്രിയ നീക്കങ്ങൾ ആപൽക്കരമാകുമെന്നായിരുന്നു വിശദീകരണം. ഡീസലിന് വില കുറഞ്ഞെങ്കിലും റെയിൽവേയുടെ വൈദ്യുതി ചെലവ് കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗകരമാകുന്ന ഒരു റെയിൽവേ ബഡ്ജറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ആഴക്കടൽ മീൻപിടുത്തം അന്തിമ തീരുമാനം ചർച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നതാണ്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. തീരദേശ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്താതെ ആഴക്കടൽ മീൻപിടുത്തത്തിന് പുതിയ അനുമതി പത്രം നൽകില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഉറപ്പു നൽകി. എന്നാൽ റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമായില്ലെങ്കിലും മുമ്പ് നൽകിയ അനുമതി റദ്ദാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളിലെ മുൻ പേജിൽ വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് ലേഖനം എഡിറ്റോറിയൽ പേജിലേക്കാണ്.
മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇന്ന് അന്തരിച്ച ഛായാഗ്രാഹകനും സംവിധായകനുമായ വിൻസെന്റ് മാഷിനെ കുറിച്ചുള്ള വാർത്തയാണ്, ലേഖനമാണ്. നമുക്ക് നോക്കാം. വെള്ളിത്തിരയെ മലയാളം ചൊല്ലി പഠിപ്പിച്ച ചരിത്രശില്പി എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയാണ് കോടമ്പാക്കത്തിന്റെ തമിഴും തെലുങ്കും ഹിന്ദിയും സംസാരിക്കുന്ന കൂറ്റൻ സ്റ്റുഡിയോകളുടെ അകത്തളങ്ങളിലാണ് ചലച്ചിത്ര കേരളം പിച്ചവെച്ചത്. അവിടെ നിന്ന് മലയാളം സംസാരിക്കുന്ന പുഴകളെയും മലകളെയും മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും ഒക്കെ കണ്ടു തുടങ്ങാൻ കാലം പിന്നെയും കുറെ കടന്നു പോകേണ്ടിയിരുന്നു. ആ ചരിത്രമാറ്റത്തിന് ദിശാബോധം നൽകിയ സാങ്കേതിക വിപ്ലവകാരിയും ഛായാഗ്രാഹകനും സംവിധായകനുമാണ് നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ പ്രിയപ്പെട്ട വിൻസെന്റ് മാസ്റ്റർ. 1954 പി ഭാസ്കരൻ മാസ്റ്ററും രാമു കാര്യാട്ടും കൂടി നീലക്കുയിൽ ഒരുക്കുമ്പോൾ അതിന്റെ ക്യാമറ ഏൽപ്പിച്ചത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മഹാരഥന്മാരായ ഛായാഗ്രാഹകരുടെ പട്ടികയിൽ എന്നും മുൻനിരയിൽ ഇരിപ്പിടമുള്ള വിൻസെന്റ് മാസ്റ്ററായിരുന്നു. അതൊരു വഴിത്തിരിവായിരുന്നു. കറുപ്പിലും വെളുപ്പിലും മലയാളിയുടെ ചലച്ചിത്ര കാലത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു ആ സിനിമയിലൂടെ വിൻസെന്റ് മാസ്റ്റർ. തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 1000-ഓളം സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ച വിൻസെന്റ് മാസ്റ്റർ വിട പറയുന്നത് ക്യാമറ എന്നത് വെറും ഒരു യന്ത്രമല്ലെന്നും അത് മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മ ഭാഷ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു മാന്ത്രിക കണ്ണാണെന്നും തെളിയിച്ച ഒരു ദൃശ്യ സഞ്ചയനം തന്നെ നമുക്ക് സമ്മാനിച്ചാണ്. മാസ്റ്ററുടെ വേർപാടിൽ മാതൃഭൂമി കുടുംബത്തിലുള്ള വ്യവസനം ഇവിടെ രേഖപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ലേഖനത്തിൽ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, വിൻസെന്റ് മാസ്റ്ററുടെ ശരിക്കും വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. ഇനി നമ്മൾ സ്പോർട്സ് പേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ ലോകകപ്പ് വിശേഷങ്ങളാണ് എല്ലാ പത്രത്തിലെയും കായികം അല്ലെങ്കിൽ സ്പോർട്സ് പേജിൽ. നമുക്ക് നോക്കാം. അയർലാൻഡിന്റെ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐറിഷ് കഥ തുടരുന്നു എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത. അയർലാൻഡിന് 2 വിക്കറ്റ് ജയം. ഗാരി വിൽസൺ കളിയിലെ താരം. ഷെയ്മാൻ അൻവർ ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ UAE താരം എന്നാണ് പറയുന്നത്. ഗാരി വിൽസന്റെ ബാറ്റിങ്ങിനെ കാണിക്കുന്ന ഒരു ഫോട്ടോവും കൊടുത്തിട്ടുണ്ട്. വാർത്തയിലേക്ക് അടക്കാം. UAEയുടെ പോരാട്ട വീര്യത്തെ മറികടന്ന് ഐറിഷ് പോരാളികൾ ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായ 2ാം ജയം നേടി. പൂൾ ബിയിൽ 2 വിക്കറ്റിനാണ് അയർലൻഡിന്റെ ജയം. UAE ഉയർത്തിയ 279 റൺസിന്റെ വിജയലക്ഷ്യം 4 പന്തുകൾ ബാക്കി നിൽക്കെയാണ് അയർലൻഡ് മറികടന്നത്. 69 പന്തിൽ 80 റൺസ് നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഗാരി വിൽസന്റെയും 25 പന്തിൽ 50 റൺസ് എടുത്ത കെവിൻ ഒബ്രയിന്റെയും മികവാണ് വിജയത്തിന് അടിത്തറയായത്. വിൽസനാണ് കളിയിലെ താരം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് ഷൈനിങ് ഷെയ്മാൻ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലോക ക്രിക്കറ്റിൽ UAE പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിൽ നിന്നുള്ള പ്രവാസികളാണ് ലോകകപ്പ് കളിക്കുന്ന അവരുടെ ടീമിൽ വലിയൊരു പങ്കും. അതെന്തായാലും ഈ ലോകകപ്പിലെ UAE ടീമിന്റെ പ്രകടനം പ്രതീക്ഷ നൽകുന്നു. ഇതുവരെ കളിച്ച് 2 മത്സരങ്ങളും പരാജയപ്പെട്ടെങ്കിലും ചില വ്യക്തിഗത പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ബുധനാഴ്ച അയർലൻഡിനെതിരായ മത്സരത്തിൽ ഷെയ്മാൻ അൻവർ നേടിയ സെഞ്ചുറി ഒരു നാഴികക്കല്ലാണ്. ആദ്യമായാണ് ലോകകപ്പിൽ ഒരു UAE താരം സെഞ്ചുറി നേടുന്നത് എന്നാണ് പറയുന്നത്. മികച്ച സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് അൻവറിന്റെ സെഞ്ചുറി. 83 പന്തിൽ 10 ബൗണ്ടറിയും 1 സിക്സറും ഉൾപ്പെടെ 106 റൺസാണ് ഈ 35-കാരൻ നേടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷെയ്മാൻ എന്തായാലും ലോകകപ്പിലെ നല്ലൊരു താരം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് നമ്മുടെ കേരളത്തിലെ ദേശീയ ഗെയിംസ് അവസാനിച്ചെന്നാലും അതിനെ തുടർന്നുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു വാർത്തയാണ്. വാക്കുപാലിച്ചു, ഗെയിംസ് സമ്മാനത്തുക 7-ന് നൽകും എന്നാണ് പറയുന്നത്. കേരളം വാക്കുപാലിക്കുന്നു. ദേശീയ ഗെയിംസിൽ കേരളത്തിനായി മെഡൽ വേട്ട നടത്തിയ താരങ്ങൾക്കുള്ള പാരിതോഷിക തുക അടുത്ത മാസം 7-ന് വിതരണം ചെയ്യും. വ്യക്തിഗത ഗ്രൂപ്പ് ഇനങ്ങളിൽ കേരളത്തിനായി മെഡൽ നേടിയ താരങ്ങൾക്കും പരിശീലകർക്കും വാഗ്ദാനം ചെയ്ത പാരിതോഷിക തുകയാണ് ഗെയിംസ് പൂർത്തിയായി 3 ആഴ്ച പിന്നിടുന്നതിന് മുൻപേ സർക്കാർ നൽകുന്നത്. ഓവറോൾ റണ്ണേഴ്സ് അപ്പായ കേരളത്തിന്റെ സംഘത്തലവന്മാർക്കും പാരിതോഷികം നൽകുന്നുണ്ട്. കോട്ടയത്ത് നടക്കുന്ന ചടങ്ങിൽ അഭിമാന താരങ്ങൾക്കുള്ള തുക കൈമാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ദേശീയ ഗെയിംസ് അവസാനിച്ച് അതിൻ്റെ ആവേശം അടങ്ങുന്നതിന് മുൻപ് തന്നെ അവർക്കും ഒരു സമ്മാനം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച തുക നൽകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ ഗൾഫ് ന്യൂസിലേക്കാണ്. പ്രധാനപ്പെട്ട ഗൾഫ് വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം. പഴയ സംവിധായകർക്ക് പുതിയ തലമുറയെ മനസ്സിലാക്കാനാകുന്നില്ല. സംവിധായകനായ ജയരാജിൻ്റെ വാചകമാണ്. നമുക്കൊന്ന് വാർത്തയിലേക്ക് കടക്കാം. പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിലുള്ള പാളിച്ചകളാണ് താനടക്കമുള്ള തലമുറയിൽപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധിയെന്ന് സംവിധായകൻ ജയരാജ്. സിനിമയിൽ എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ തലമുറയുടെ അഭിരുചി പാടെ മാറി. തന്റെ ചിത്രം കണ്ട് മകൻ പോലും വിമർശിക്കുന്നു. യുവതലമുറകളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും മനസ്സിലാക്കി സിനിമ എടുത്താൽ തീർച്ചയായും വിജയിക്കും. പുതിയ ചിത്രമായ ഒറ്റയാൻ ആ ഗണത്തിൽപ്പെട്ടതാണെന്നും ജയരാജ് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന കൂട്ടായ്മകൾ ഗൾഫിന്റെ പ്രത്യേകതകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജയരാജിന്റെ നേതൃത്വത്തിൽ ഓറഞ്ച്
ഈവൻസ് ഇന്റർനാഷണൽ എന്ന പേരിലുള്ള കമ്പനി ദുബായ് ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങി. MD തോമസ് ബെഞ്ചമിൻ, പാർട്ട്ണർമാരായ ക്ലീറ്റസ് ഫിലിപ്പ്, മാത്തുക്കുട്ടി കഡോൺ എന്നിവരും പങ്കെടുത്തു എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓറഞ്ച് ഈവൻസിനെ പറ്റി മറ്റൊരു വാർത്തയും കൂടെയുണ്ട്, നമുക്കതും കൂടെ ഒന്ന് നോക്കാം. ഗൾഫ് വാർത്തയിൽ തന്നെയാണ്. മാതൃഭൂമി പത്രത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതുതലമുറ മലയാളത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. പുതിയ തലമുറ മലയാള ഭാഷയിൽ നിന്ന് അകന്നു പോവുകയാണെന്നും സാംസ്കാരികമായ തകർച്ചയ്ക്ക് ഇത് വഴിവെക്കുമെന്നും സിനിമാ സംവിധായകൻ ജയരാജ് പറഞ്ഞു. അദ്ദേഹം പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്ന ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. സാംസ്കാരിക പരിപാടികൾക്കും നമ്മുടെ കലാരൂപങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന പരിപാടികളാണ് ഓറഞ്ച് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യപ്പെടുന്നത്. ഗൾഫ് നാടുകളുടെ പതിവ് സ്റ്റേജ് ഷോകൾ ചെയ്യാൻ ഓറഞ്ച് താല്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തു തന്നെ വലിയൊരു സാംസ്കാരിക പരിപാടി ഓറഞ്ച് അവതരിപ്പിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ തോമസ് ബെഞ്ചമിൻ അറിയിച്ചു. പാർട്ണർ ക്ലീറ്റസ് ഫിലിപ്പും സംബന്ധിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇനി മറ്റൊരു ഗൾഫ് വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പത്രത്തിൽ വായിച്ചു ദുബായിലെ ഇലക്ട്രിക് കാറുകൾ പ്രവർത്തനം ആരംഭിച്ചു, അതിനൊരു ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വാർത്തയാണ്. ദുബായിൽ ആദ്യ ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. 2015 100 ചാർജിംഗ് സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് തയ്യാറായി. 12 സ്റ്റേഷനുകൾ കൂടി എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ ആണ്. എമിറേറ്റിലെ ആദ്യ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദീവ കാര്യാലയത്തിൽ സ്ഥാപിച്ച സ്റ്റേഷന്റെ ഉദ്ഘാടനം സുപ്രീം എനർജി കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം നിർവഹിച്ചു. ഒരേ സമയം 2 വാഹനങ്ങൾ റീചാർജ് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ സ്റ്റേഷനിലുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. പ്രതീക്ഷകളോടെ i3 കാറുകൾ, i3 കാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് BMW ഏറ്റവും പുതിയ ഇലക്ട്രിക് കാർ i3 ആണ്. ഇതും ദീവയിൽ തന്നെ ഉദ്ഘാടന വേളയിൽ പ്രദർശിപ്പിച്ചുള്ള ഫോട്ടോ ആണിത്. വൈദ്യുതി ഉപയോഗിച്ച് കാറുകൾ ഓടിക്കാനുള്ള സംവിധാനങ്ങൾ നഗരത്തിൽ ഒരുക്കുമ്പോൾ വാഹനപ്രേമികൾക്ക് ആഹ്ലാദം നൽകുന്ന സംരംഭങ്ങളുമായി BMW രംഗത്ത്. പുതിയ മോഡലിലുള്ള ഇലക്ട്രിക് കാറുകൾ ദുബായ് വിപണിയിൽ ഇറക്കുകയാണ് അവർ. അത്തരം പുത്തൻ മോഡൽ കാറുകൾ ദീവയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ BMW പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിലാണ് i3 കാർ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് മെട്രോയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. നമുക്ക് നോക്കാം. മെട്രോയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ ഇടം. മെട്രോയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പാതി കമ്പാർട്ട്മെന്റ് കൂടി അനുവദിച്ചു. നിലവിലെ വനിതാ ക്യാബിനോട് ചേർന്നുള്ള കമ്പാർട്ട്മെന്റിന്റെ പാതി മുഴുവൻ സമയവും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നിജപ്പെടുത്തിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു എന്നാണ് പറയുന്നത്. രാവിലെയും വൈകിട്ടും നിശ്ചിത സമയങ്ങളിൽ മാത്രം കമ്പാർട്ട്മെന്റിന്റെ പാതി അനുവദിച്ചിരുന്ന രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പുതിയ സംവിധാനം ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നു. കുറച്ചും കൂടെ കൂടുതൽ സീറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അബുദാബിയിൽ നടക്കുന്ന ഐഡെക്സ് ഇന്ന് സമാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഐഡെക്സിന് ഇന്ന് സമാപനം. അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനമായ ഐഡെക്സ് വ്യാഴാഴ്ച സമാപിക്കും, അതായത് ഇന്ന്. നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ പ്രതിരോധ രംഗങ്ങളിലെ നൂതനമായ കണ്ടെത്തലുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് മേളയിൽ. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ മേള ഐഡെക്സ് സമാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗൾഫ് വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ജബൽ അലി ദുഃഖം കണ്ടെയ്നർ ഷിപ്പിംഗ് സർവീസിന് പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ആഴ്ചയിൽ 1 തവണ സർവീസസിന് ശ്രമിക്കും. ചരക്ക് നീക്കം വേഗത്തിലാകും, ചെലവ് കുറയും എന്നാണ് പറയുന്നത്. ജബൽ അലി തുറമുഖത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ദുബായിലെ ജബൽ അലിയിൽ നിന്ന് ഒമാനിലെ ദുഃഖമിലേക്ക് ഏപ്രിൽ കണ്ടെയ്നർ ഷിപ്പിംഗ് സർവീസ് തുടങ്ങാൻ പദ്ധതി. വൻ വികസന പദ്ധതികൾ നടക്കുന്ന ദുഃഖമിലേക്ക് നിർമ്മാണ സാമഗ്രികളും മറ്റും ഘടകങ്ങളും ഉൽപ്പന്നങ്ങളും എത്തിക്കാൻ ലക്ഷ്യമിട്ടാണിത്. മസ്കറിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള തീരദേശ മേഖലയായ ദുഃഖമിൽ റെയിൽ ഉൾപ്പെടെയുള്ള വൻ പദ്ധതികൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകളും അതുപോലെ തന്നെ സ്പോർട്സ് വാർത്തകളും അതുപോലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊക്കെ നമ്മൾ ഇന്ന് പത്രവിശേഷങ്ങളിലൂടെ പങ്കുവച്ചു. ഇനി അടുത്തതായിട്ട് ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ദിർഹത്തിന് 16 രൂപ 80 പൈസയാണ്. ഇന്നലെ അത് വിപണി അവസാനിച്ചപ്പോൾ 16 രൂപ 81 പൈസയായിരുന്നു. അതുപോലെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 145 ദിർഹം 75 ഫിൽസ് ആണ്. ഇന്നലെയും അത് 145 ദിർഹം 75 ഫിൽസ് തന്നെയായിരുന്നു. വിലയിൽ മാറ്റമില്ല. 22 ക്യാരറ്റിനാണെങ്കിൽ 138 ദിർഹം 25 ഫിൽസ് ആണ്. ഇന്നലെ അത് വിപണി അവസാനിച്ചപ്പോൾ അതേ റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒത്തിരി വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ അലൈൻ ഒയാസിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും മനോഹരമായിട്ടുള്ള ഒരു വാചകവും പിന്നെ കുറച്ച് പത്രവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഹലോ ഗുഡ് മോർണിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലെ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.